ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2024 ജൂൺ 1 മുതൽ ജൂലൈ 12 വരെ ചൊവ്വാഗ്രഹം മേടം രാശിയിലേക്ക്, സ്വക്ഷേത്രമായ മേടം രാശിയിലേക്ക് രാശി മാറുന്നു. ചൊവ്വാഗ്രഹം മേടം രാശിയിലേക്ക്, സ്വക്ഷേത്രത്തിലേക്ക് ബലവാനായിട്ട് രാശി മാറുമ്പോൾ എന്ത് ഗുണദോഷങ്ങൾ ഓരോ കൂറുകാർക്കും ഉണ്ടാകും എന്നുള്ളതിനെ പറ്റിയാണ്. ഇപ്പോൾ ഈ വീഡിയോയിൽ മേടം, ഇടവം, മിഥുനം, കർക്കിടക കൂറുകാർക്കും ലഗ്നക്കാർക്കും ചൊവ്വാഗ്രഹത്തിൻ്റെ രാശിമാറ്റത്തിൻ്റെ പ്രഭാവങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2024 ജൂൺ 1 ചൊവ്വാഗ്രഹം സ്വക്ഷേത്രത്തിലേക്ക് കുജൻ്റെ തന്നെ സ്വഭവനത്തിലേക്ക് രാശി മാറുന്നത്. കഴിഞ്ഞ ഏപ്രിൽ 23 മുതൽ മീനം രാശിയിൽ രാഹുവുമായിട്ട് യോഗം ചെയ്ത് അംഗാരക യോഗാവസ്ഥയിലായിരുന്നു ചൊവ്വാഗ്രഹം. ആ അവസ്ഥയിൽ നിന്ന് മാറി കാലപുരുഷൻ്റെ 1ാം ഭാവരാശിയായ മേടം രാശിയിലേക്ക്, അത് കുജൻ്റെ തന്നെ മൂലത്രികോണ രാശിയിലേക്ക് ശക്തമായ ഒരു അവസ്ഥയിലേക്കാണ് ആ ചൊവ്വാഗ്രഹം രാശി മാറുന്നത്. ജൂലൈ 12 വരെ ആ ചൊവ്വാഗ്രഹം ശക്തമായ നിലയിലായിരിക്കും, ബലവാനായിരിക്കും. പ്രത്യേകിച്ച് ചൊവ്വാഗ്രഹം എന്ന് പറയുമ്പോൾ ധൈര്യത്തിൻ്റെയും വീര്യത്തിൻ്റെയും പ്രചോദനത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും അതുപോലെ ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള ഊർജ്ജസ്വലത, പോരാട്ടവീര്യം ഒക്കെ ഈ ചൊവ്വാഗ്രഹത്തെ കൊണ്ട് പറയാം. അതുപോലെ പ്രകോപനപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, തർക്കങ്ങൾ, സംഘർഷം, ഇവയുടെയൊക്കെ തന്നെ കാരകത്വം ഈ ഗ്രഹത്തിനുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ചൊവ്വ ഒരു പൗരുഷത്തിൻ്റെ ഗ്രഹമാണ്, ദൃഢനിശ്ചയത്തിൻ്റെ ഗ്രഹമാണ്, മത്സരവീര്യത്തിൻ്റെ ഗ്രഹമാണ്, പോരാട്ടവീര്യത്തിൻ്റെ ഒക്കെ ഗ്രഹമാണ്. അപ്പം ഏത് സംഭവങ്ങളും ഏത് സംരംഭങ്ങളും ഒക്കെ തന്നെ വിജയിപ്പിക്കുന്നതിനുള്ള ഒരു കഴിവ് ഈ കുജന് ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വ്യക്തിജീവിതവും പ്രൊഫഷണ ജീവിതവും സന്തുലിതമാക്കി മുന്നേറാനാകും എന്നുള്ളതിൻ്റെ ഒരു അവസ്ഥയാണ്, അതിനുള്ള ഒരു ആത്മവിശ്വാസമാണ് ഈ കുജൻ്റെ ജന്മരാശിയിലേക്കുള്ള രാശിമാറ്റം കൊണ്ടുണ്ടാകുന്നത്. അപ്പോൾ കുജൻ ചൊവ്വ ഗ്രഹം ഈ ഭവനത്തിലേക്ക് രാശി മാറുമ്പോൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും ആ കുജൻ ജാതകത്തിൽ എവിടെ നിൽക്കുന്നു, എന്ത് ഭാവാധിപത്യമാണ് കുജനുള്ളത്, അതുപോലെ ആ കുജൻ്റെ സ്ഥിതി, യോഗം, ആ കുജൻ്റെ ദൃഷ്ടി, ഇപ്പോൾ നടക്കുന്ന ദശ, അപകാരം, ഛിദ്രം, ഇവയ്ക്ക് അനുസൃതമായിട്ട് ഈ കുജൻ്റെ രാശിമാറ്റത്തിൻ്റെ ഇമ്പാക്റ്റ് ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും വ്യത്യാസപ്പെടാനും സാധ്യതയുണ്ട്. ആദ്യം നമുക്ക് മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും, അതായത് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പാദത്തിൽ പെടുന്നവർക്ക് ഈ ചൊവ്വാഗ്രഹം മേടം രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം. മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും ജന്മരാശിയാധിപനും ലഗ്നരാശിയാധിപനുമാണ് ചൊവ്വാഗ്രഹം. അതുപോലെ തന്നെ അഷ്ടമഭാവരാശിയുടെ അധിപനുമാണ് ഈ ചൊവ്വാഗ്രഹം. അപ്പോൾ ജന്മരാശിയുടെയും അഷ്ടമഭാവരാശിയുടെയും അധിപനായിട്ടുള്ള ചൊവ്വാഗ്രഹം ആ ജന്മരാശിയിൽ, സ്വക്ഷേത്രത്തിൽ, മൂലത്രികോണ രാശിയിൽ ആണ് ആ ചൊവ്വാഗ്രഹം രാശി മാറുന്നത്. എന്ന് പറയുമ്പോൾ മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ലഗ്നരാശിയിലേക്ക് തന്നെ ആ ചൊവ്വാഗ്രഹം വരിക എന്ന് പറയുമ്പോൾ ഒരു രുചക യോഗാവസ്ഥയിലാണ് ഈ കുജൻ്റെ രാശിമാറ്റം എന്ന് പറയാം. അപ്പോൾ പൊതുവെ ജന്മരാശിയിൽ ആ ഗ്രഹം നിൽക്കുമ്പോൾ ഊർജ്ജസ്വലത കൂടും, ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അതിയുന്ന ആശ്വാസമുണ്ടാകും, മോചനമുണ്ടാകും, ലക്ഷ്യങ്ങളൊക്കെ കൈവരിക്കാനാകുമെന്ന ആത്മവിശ്വാസം കൂടുന്ന സമയമായിരിക്കും. ടെക്നിക്കലായിട്ട് അതുപോലെ എനർജി റിലേറ്റഡ് ആയിട്ട് ഉള്ള മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവർ, മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നവർ,
നിയമവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, അതുപോലെ തന്നെ പോലീസ്, ഡിഫൻസ്, ഫയർഫോഴ്സ് ഇത്തരം മേഖലകളിലൊക്കെ തൊഴിലുകൾ ചെയ്യുന്നവർ, അവർക്കൊക്കെ തന്നെ ഈ കുജൻ്റെ മേടം രാശിയിലേക്കുള്ള രാശിമാറ്റം എന്ന് പറയുന്നത് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കും. അതേസമയം കുജൻ ജന്മരാശിയിൽ സ്ഥിതി വരുന്നു എന്നുള്ളത് കൊണ്ട് ഇപ്പം ജന്മരാശിയിൽ കുജൻ നിൽക്കുമ്പോൾ അല്പം കോപം, പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യുന്നതിനുള്ള ഒരു മനോഭാവം, ഒരു തർക്ക സ്വഭാവം. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂവിൽ ഒരു സംഘർഷത്തിലേക്ക്, ആ തർക്കം ചിലപ്പോൾ സംഘർഷത്തിലേക്ക് നയിക്കുന്നതിനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു സമചിത്തത മനോഭാവം ഈ ജന്മരാശിയിൽ കുജൻ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും ഉണ്ടാകണം. അതുപോലെ തന്നെ ഈ കൂറുകാർ പ്രത്യേകിച്ച് കുജൻ ആ ജന്മരാശിയിൽ നിന്നുകൊണ്ട്, ലഗ്നരാശിയിൽ നിന്നുകൊണ്ട് അതിൻ്റെ 4, അതിൻ്റെ 7, അതിൻ്റെ 8-ാം ഭാവം, ഈ 3 ഭാവങ്ങളിലേക്ക് ആ കുജൻ്റെ ദൃഷ്ടി വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കുജൻ 4-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ജന്മരാശിയിൽ നിന്ന് 4-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അത് പ്രത്യേകിച്ച് അത് ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, ഭൂമി ഇടപാടുകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, അവർക്കൊക്കെ അനുകൂല സമയമാണ്. ഇപ്പോൾ വസ്തു, വാഹനം, വീട് അതുപോലെയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർക്കൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിന് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നെഗറ്റീവ് ചിന്തകൾ മാറുന്നതിനും ആത്മവിശ്വാസം കൂടുന്നതിനുമൊക്കെ ഈ കുജൻ്റെ ദൃഷ്ടി വഴിതെളിക്കും. പ്രത്യേകിച്ച് ആ 4-ാം ഭാവ രാശി എന്ന് പറഞ്ഞ കർക്കിടക രാശിയാണ്, കുജൻ്റെ നീചസ്ഥാനമാണ്. അപ്പോൾ ഒരു നീച ദൃഷ്ടിയാണ് ആ 4-ലേക്ക് വരുന്നത്. അതേസമയം കുജൻ 8-ാം ഭാവാധിപനും കൂടിയാണ്. അഷ്ടമ ഭാവാധിപനായിട്ടുള്ള കുജനാണ് 4-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് മാതാവിൻ്റെയൊക്കെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടി വരും. ബന്ധുക്കളുമായിട്ട് അതുപോലെ അവരുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു ശ്രദ്ധ വേണ്ടി വരും. അങ്ങനെ ഒരു ശ്രദ്ധ നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ കൊടുത്തില്ല എങ്കിൽ അത് കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സുഖക്കുറവ് ഒക്കെ ഉണ്ടാക്കാൻ അത് വഴിതെളിക്കും എന്നും കൂടെ മനസ്സിലാക്കുക. കുജൻ 7-ലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ 7-ലേക്ക് കുജൻ്റെ ദൃഷ്ടി വരിക എന്ന് പറയുമ്പോൾ ആ 7-ാം ഭാവാധിപൻ ശുക്രനാണ്. ശുക്രനാണെങ്കിൽ ഇപ്പോൾ മൗഢ്യമുള്ള സ്ഥിതിയും കൂടെയാണ്. അപ്പോൾ പൊതുവേ നമുക്ക് ലവ് ആൻഡ് റൊമാൻസ് ഒക്കെ ഈ സമയത്തൊക്കെ ഉണ്ടാകുമെങ്കിലും ചില വാഗ്വാദങ്ങൾ, തെറ്റിദ്ധാരണകളൊക്കെ ആ കുജൻ്റെ 7-ാം ഭാവ രാശിയിലെ ദൃഷ്ടി കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ദാമ്പത്യ ബന്ധത്തിലൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങളൊക്കെ കുജൻ്റെ 7-ലെ ദൃഷ്ടി കൊണ്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ബിസിനസ്സിലൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുതിയ ആശയങ്ങൾ, പുതിയ മാർക്കറ്റ് തന്ത്രങ്ങൾ ഒക്കെ ആവിഷ്കരിച്ച് ആ ബിസിനസ്സൊക്കെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്. അതേസമയം ബിസിനസ്സിൽ, പ്രത്യേകിച്ച് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ പാർട്ട്നേഴ്സുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാൻ, പ്രത്യേകിച്ച് കുജനായതുകൊണ്ട് തർക്കങ്ങൾ, സംശയങ്ങൾ, തെറ്റിദ്ധാരണകൾ ഒക്കെ ഈ പാർട്ട്നേഴ്സിൻ്റെ ഭാഗത്തുണ്ടാകാം. അപ്പോൾ അവിടെയൊക്കെ ആ 7-ാം ഭാവ സംബന്ധമായിട്ടുള്ളൊരു ശ്രദ്ധ ഈ കുറുകാരുടെ ഭാഗത്ത് വേണം. അതുപോലെ കുജൻ അഷ്ടമത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. കുജനാണെങ്കിൽ അഷ്ടമ ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ അഷ്ടമ ഭാവാധിപൻ അഷ്ടമത്തിൽ ദൃഷ്ടി ചെയ്യുന്നു എന്നുള്ളത്, ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് 8-ാം ഭാവാധിപൻ 8-ലേക്ക് ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ, വിദ്യാർത്ഥികൾ, ഗവേഷകർ, ശാസ്ത്രജ്ഞർ, അതുപോലെ ആർക്കിയോളജിക്കൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, അവർക്കൊക്കെ തന്നെ ഈ കുജൻ്റെ 8-ലെ ദൃഷ്ടി അനുകൂലമാണ്. അവരുടെ പാണ്ഡിത്യം, അവരുടെ ലക്ഷ്യങ്ങൾ ഒക്കെ സാക്ഷാത്കരിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതി എന്ന് തന്നെ പറയാം. അതേസമയം നമ്മൾ ഈ ഗുരുദൃഷ്ടിയും അഷ്ടമത്തിലേക്ക് വരുന്നുണ്ട്, ശനിയുടെ ദൃഷ്ടിയൊക്കെ അഷ്ടമത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് ചില അപ്രതീക്ഷിതമായിട്ട് നമുക്ക് പെട്ടെന്നുള്ള ഒരു ചില നേട്ടം ഈ കൂറുകാർക്ക് ഈ ഉണ്ടാകുന്നതിനും ഒക്കെ സാധ്യത കാണുന്നുണ്ട്. ഇപ്പം ശനിയും കുജനും ഒക്കെ 8-ൽ വരുന്നു എന്ന്, 8-ല് ദൃഷ്ടി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ രണ്ടും ശത്രുഗ്രഹങ്ങളാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഈ ആരോഗ്യകാര്യങ്ങളിൽ, പ്രത്യേകിച്ച് അതുപോലെ തന്നെ ദൂരയാത്രകളിൽ, അതുപോലെ ഡ്രൈവിങ്ങിൽ ഒക്കെ തന്നെ ഒരു ശ്രദ്ധ ഈ മേടക്കൂറുകാരുടെയും മേടലഗ്നക്കാരുടെയും ഭാഗത്ത് പ്രത്യേകിച്ച് കുജൻ
ലഗ്നരാശിയിൽ നിൽക്കുന്ന പീരീഡ് ജൂലൈ 12 വരെ ഉണ്ടാകണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി നമുക്ക് ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും, അതായത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനം 3 പാദത്തിൽ പെടുന്നവർ, രോഹിണി മകയിരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവർക്ക് കുജൻ മേടൻ രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയാകും എന്ന് നോക്കാം. ഇപ്പോൾ ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാരെയും സംബന്ധിച്ചിടത്തോളം കുജൻ എന്ന് പറയുന്നത് 7ാം ഭാവാധിപനുമാണ്, 12ാം ഭാവാധിപനുമാണ്. അങ്ങനെ 7ഉം 12ഉം ഭാവാധിപനായിട്ടുള്ള ചൊവ്വാഗ്രഹം ആ 12ാം ഭാവരാശിയിലേക്കാണ്, മേടരാശിയിലേക്കാണ് ജൂൺ 1 രാശി മാറുന്നത്. ജൂലൈ 12 വരെ ആ കുജൻ ആ മേടം രാശിയിൽ ആ 12ാം ഭാവരാശിയിൽ ഉണ്ടാകും. പക്ഷേ 12ാം ഭാവരാശി എന്ന് പറയുന്നത് ചൊവ്വയുടെ മൂലത്രികോണ രാശിയാണ്, ബലമുള്ള രാശിയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഈ 12ാം ഭാവം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള, അതുപോലെ വിദേശ യാത്രയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഭാവം കൂടെയാണ്. ചെലവിൻ്റെ ഭാവമാണ്, ചില നഷ്ടങ്ങളുടെയൊക്കെ ഭാവമാണ്. അപ്പോൾ പൊതുവെ ഈ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ ഈ 12ാം ഭാവാധിപനായിട്ടുള്ള കുജൻ ആ 12 മൂലത്രികോണ രാശിയിൽ വരിക എന്ന് പറയുന്നത് വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാക്കും. വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്കൊക്കെ അത് നല്ല ഒരു ഗ്രഹസ്ഥിതി എന്ന് പറയാം. അതേസമയം പൊതുവായിട്ടുള്ള ചെലവ് കൂടുന്ന ഒരു സ്ഥിതിയും കൂടെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ പണമൊക്കെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നല്ല കാര്യങ്ങളെന്ന് പറയുമ്പോൾ ആസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ അനാവശ്യമായ കാര്യങ്ങൾക്ക് ഈ പണം സ്പെൻഡ് ചെയ്യുന്നതിൽ നമ്മൾ ഒരു കെയർ വേണം. പ്രത്യേകിച്ച് ശനിയും ആ 12 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ശനി 12 ദൃഷ്ടി ചെയ്യുന്നു, 12 ചൊവ്വ സ്ഥിതി ചെയ്യുന്നു. ചൊവ്വയും ശനിയൊക്കെ ശത്രുഗ്രഹങ്ങളാണ്. എങ്കിലും ശനിയെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ആ പണം ചെലവാക്കുന്നതെങ്കിൽ, പ്രത്യേകിച്ച് ചാരിറ്റി പ്രവർത്തനം, ഡൊണേഷൻ, അതുപോലെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ മെഡിക്കൽ എക്സ്പെൻസ്, അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒക്കെ പണച്ചെലവുണ്ടാകും. ഇപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം ആത്മീയ കാര്യങ്ങൾക്ക്, തീർത്ഥാടന ആയിട്ട് ബന്ധപ്പെട്ട ഉള്ള യാത്രകൾക്ക്, അതുപോലെ ധ്യാനം, ഇവയൊക്കെ പരിശീലിക്കുന്നതിന് ഒക്കെ തന്നെ ചിലപ്പോൾ ഈ നല്ല അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവ് ചെയ്യുന്നതിനും സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ഈ കുജൻ ചൊവ്വ പ്രത്യേകിച്ച് ഈ 12 നിൽക്കുക എന്ന് പറയുമ്പോൾ ആ ചൊവ്വയുടെ 12 സ്ഥിതി ചിലപ്പോൾ ചിലർക്ക് ഈ സ്ലീപ്പിംഗ് പ്രോബ്ലംസ് ഉണ്ടാക്കിയെന്ന് വരാം. അതുപോലെ തന്നെ ഈ മസിൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ്, കാലിൽ എന്തെങ്കിലുമൊക്കെ പെയിന്, അതുപോലെ ഈ ബ്ലഡ് പ്രഷറുമായിട്ട് അത്തരത്തിലുള്ള ക്ലേശങ്ങളുള്ളവർ, അവരെല്ലാം തന്നെ ഈ 12 ആ കുജൻ്റെ സ്ഥിതി കൊണ്ട് നമ്മൾ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ് എന്നും കൂടെ പറയുക. അതുപോലെ നമ്മളെ ഈ 12 കുജൻ്റെയും ശനിയുടെയൊക്കെ ദൃഷ്ടി വരുമ്പോൾ ഈ ദൂരയാത്രകളിലൊക്കെ, അതുപോലെ നമ്മുടെ ഡ്രൈവിങ്ങിൽ ഒക്കെ തന്നെ ഒരു ശ്രദ്ധ കൊടുത്ത് പോകണം. ഇനി ആ 12 നിൽക്കുന്ന കുജൻ ഇടവരാശിക്കാരെയും ഇടവലഗ്നക്കാരെയും സംബന്ധിച്ചിടത്തോളം അവരുടെ 3ാം ഭാവരാശിയിലേക്ക് ആ കുജൻ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് കമ്മ്യൂണിക്കേഷൻ്റെ സ്ഥാനമാണ്. അപ്പോൾ പ്രത്യേകിച്ച് ആ 3ാം ഭാവത്തിലേക്ക് ഒരു നീച ദൃഷ്ടിയാണ് ആ കുജന് 3ാം ഭാവത്തിലേക്ക് വരുന്നത്. അപ്പം കമ്മ്യൂണിക്കേഷൻ അല്പം ശ്രദ്ധിക്കണം. അതുപോലെ ഈ സഹോദരങ്ങളോടും അയൽവക്കക്കാരോടും ഒക്കെ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ അത് ഹാർഷാകാതെ നോക്കണം. അതുപോലെ തെറ്റിദ്ധാരണകൾ കഴിവതും ഒഴിവാക്കി പോകണം. വയലൻ്റ് ആയിട്ടുള്ള ടെൻഡൻസി ഈ കൂറുകാരുടെ ഭാഗത്ത് ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കണം. അതുപോലെ ഈ ഹ്രസ്വ, പ്രത്യേകിച്ച് 3ാം ഭാവം എന്ന് പറയുന്നത് ഈ ഹ്രസ്വ ദൂര യാത്രകളുടെ ഭാവമൊക്കെയാണ്. അപ്പം അത്തരത്തിലുള്ള യാത്രകൾ ഒക്കെ ചിലപ്പോൾ ധാരാളം ഉണ്ടാകാം. അപ്പം എന്തായാലും ദൂരയാത്രകളായാലും ഹ്രസ്വയാത്രകളായാലും ഒരു കെയർ വേണം. ഡ്രൈവിങ്ങിലുമൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ ക്രിയേറ്റീവ് ടാലൻ്റൊക്കെ മെച്ചപ്പെടുന്നതിന് സാധ്യതയുണ്ട്. വർക്കിലൊക്കെ വളരെ ആക്റ്റീവാകും. മാർക്കറ്റിംഗ് മേഖല, സെയിൽസ് മേഖല, അപ്പോൾ അത്തരം മേഖലകളിൽ ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ തന്നെ ആ 3 കുജൻ്റെ ദൃഷ്ടി ആ മേഖലയിൽ അവർക്ക് ശോഭിക്കാൻ കഴിയും എന്നുള്ളതിനെയാണ് സൂചിപ്പിക്കുന്നത്. കുജൻ 6ലും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. കുജൻ 6ൽ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ അത് പ്രത്യേകിച്ച് 6ൽ ആ കുജൻ്റെ ദൃഷ്ടി വരിക എന്ന് പറയുന്നത് നമ്മുടെ ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം
കോമ്പറ്റിറ്റീവ് സ്പിരിറ്റ് കൂടും. എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ തൊഴിലിനുള്ള ഒരു പരീക്ഷയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണെങ്കിൽ അവർക്ക്, അതുപോലെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഒക്കെ തന്നെ വളരെ മത്സര വീര്യത്തോടു കൂടി ആ പരീക്ഷകളിൽ പങ്കെടുക്കാനും അതിൽ വിജയിക്കുവാനും ഒക്കെ ഈ 6-ലെ കുജൻ്റെ ദൃഷ്ടി കൊണ്ട് കഴിയും. അതുപോലെ തന്നെ നമുക്ക് ഈ പുത്തൻ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിനും അത് ഏത് കാര്യത്തിലും പൊതുവെ ഒരു അനുയോജ്യമായിട്ടുള്ള ഒരു തീരുമാനമൊക്കെ എടുക്കുന്നതിനും ഒക്കെ തന്നെ ആ കുജൻ്റെ 6-ലെ ദൃഷ്ടി വഴിതെളിക്കും. മാത്രവുമല്ല ശത്രുക്കളുടെയൊക്കെ ശല്യം കുറയാനും ആ കുജൻ്റെ ദൃഷ്ടി സഹായിക്കും. ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകർക്കൊക്കെ പൊതുവെ 6-ലെ കുജൻ്റെ ദൃഷ്ടി വളരെ അനുകൂല സമയമാണ്. അതുപോലെ ബന്ധുക്കളിൽ നിന്ന് ഇപ്പോൾ 6-ലൊക്കെ ആ കുജൻ്റെ ദൃഷ്ടി വരുമ്പോൾ ബന്ധുക്കളിൽ നിന്ന് ചെറിയ പ്രശ്നങ്ങൾ, എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടൊക്കെ ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാം. അതുപോലെ കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ട് എന്തെങ്കിലുമൊക്കെ ട്രബിൾസ് ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കണം. അതുപോലെ ഇപ്പം നമുക്ക് ലോണൊക്കെ ഉള്ളവരിൽ, ലോൺ കടബാധ്യതയൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ആ കടബാധ്യത, ആ ലോണൊക്കെ റീപേയ്മെൻറ്റ് നടത്തുന്നതിനുള്ളൊരു ശ്രമമൊക്കെ ഉണ്ടാകും. അതുപോലെ പ്രത്യേകിച്ച് നമ്മൾ വരുമാനം, നമ്മുടെ കൈവശം വരുന്ന പണം, അവയൊക്കെ നമ്മൾ ഡീല് ചെയ്യുന്നതിൽ ഒരു ശ്രദ്ധയൊക്കെ ഈ 6-ലെ കുജൻ്റെ ദൃഷ്ടി വരുമ്പോൾ ഉണ്ടാകണം എന്നുള്ളതാണ്. കുജൻ അതുപോലെ തന്നെ 7-ാം ഭാവത്തിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 7-ാം ഭാവാധിപനാണ് ആ കുജൻ. 7-ാം ഭാവാധിപനായിട്ടുള്ള കുജൻ ഇപ്പോൾ 12-ലാണ് നിൽക്കുന്നത്. അപ്പോൾ 12 നിൽക്കുന്ന കുജൻ 7-ൽ ദൃഷ്ടി ചെയ്യുന്നു. അത് 7 പറയുന്നത് ആ 12-ന്റെ അഷ്ടമഭാവവും കൂടിയാണ് എന്നുള്ളതിനാൽ ഈ മാരിറ്റ് റിലേഷൻഷിപ്പിൽ, ദാമ്പത്യ ബന്ധത്തിൽ വളരെ ശ്രദ്ധിക്കണം. എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, അതുപോലെ സുഖക്കുറവ്, ജീവിത പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ, മെഡിക്കൽ എക്സ്പെൻസ്, ഇവയൊക്കെ ഉണ്ടാകാവുന്ന ഒരു സാഹചര്യമാണ് ആ കുജൻ്റെ 7-ാം ഭാവ രാശിയിലെ ദൃഷ്ടി കൊണ്ട് ഉണ്ടാകുന്നത്. കുജൻ 12-ാം ഭാവാധിപനാണ്. 12-ാം ഭാവാധിപനായിട്ട് 12-ൽ നിൽക്കുക എന്ന് പറയുമ്പോൾ പൊതുവെ നമുക്ക് ഈ ശയനസുഖമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പം എതിർ ലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദത്തിലൊക്കെ വളരെ ശ്രദ്ധ കൊടുക്കണം. അപവാദം ഉണ്ടാകാതെ നോക്കണം. അതുപോലെ 7-ൽ ഗുരുവിൻ്റെ ദൃഷ്ടി ഉണ്ട് എന്നുള്ളത് ഒരു പോസിറ്റീവാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം, അത് ദാമ്പത്യ ബന്ധത്തിൽ, കുടുംബത്തിൽ ഒക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അത്തരം പ്രശ്നങ്ങൾ നിയന്ത്രിക്കുന്നതിന് ആ ഗുരുവിൻ്റെ ദൃഷ്ടി സഹായകമാണ്. അതുപോലെ വിദേശ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ബിസിനസ് വ്യാപിപ്പിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ആ കുജൻ്റെ 12-ലെ സ്ഥിതി കൊണ്ട് ഉണ്ടാകുന്നത്. ഇനി നമുക്ക് മിഥുനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും, അതായത് മകയിര നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, അതുപോലെ തിരുവാതിര, പുണർന്ന നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവർക്ക് ചൊവ്വാഗ്രഹം മേടം രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. മിഥുനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും ചൊവ്വ എന്ന് പറയുന്നത് 6-ാം ഭാവാധിപനുമാണ്. അതുപോലെ 11-ാം ഭാവാധിപനുമാണ്. 6ഉം 11ഉം ഭാവാധിപനായിട്ടുള്ള ചൊവ്വാഗ്രഹം ജൂൺ 1-ന് അത് 11-ാം ഭാവരാശിയായ മേടം രാശി, മൂലത്രികോണ രാശിയിലേക്കാണ് രാശി മാറുന്നത്. ജൂലൈ 12 വരെ കുജൻ ആ മൂലത്രികോണ രാശിയിൽ ഉണ്ടാകും. ഇപ്പോൾ 11-ാം ഭാവാധിപൻ 11-ൽ ബലവാനായിട്ട് വരികയാണ് എന്ന് പറയുമ്പോൾ ജ്യേഷ്ഠ സഹോദരങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ തന്നെ സഹായം എല്ലാ കാര്യത്തിലും ഉണ്ടാകുന്ന സമയമാണ്. പുതിയ സൗഹൃദങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ സോഷ്യൽ നെറ്റ്വർക്കൊക്കെ വളരെ ശക്തമാകുന്ന സമയമായിരിക്കും. അതുപോലെ 11-ാം ഭാവം ഇച്ഛാപൂർത്തി സ്ഥാനമാണ്. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റുന്ന സ്ഥാനമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രഹം ആ 11-ൽ വരിക എന്ന് പറയുമ്പോൾ നമ്മളുടെ ചില ആഗ്രഹങ്ങളെങ്കിലും സാധിക്കുന്നതിന് ഈ 11-ൽ നിൽക്കുന്ന ആ കുജൻ്റെ സ്ഥിതി സഹായകമാകും എന്നും കൂടെ മനസ്സിലാക്കുക. അതുമാത്രമല്ല, നമ്മുടെ നമ്മുടെ ഇൻകം എവിടെ നിന്നൊക്കെ വരുന്നു, അപ്പോൾ ആ പല സോഴ്സുകളിൽ നിന്ന് ഉള്ള വരുമാന മാർഗം,
അല്ലെങ്കിൽ ധനനേട്ടമൊക്കെ ഈ 11 കുജൻ്റെ സ്ഥിതി കൊണ്ട് ഉണ്ടാകും. മാത്രവുമല്ല, നമുക്ക് മുമ്പ് കിട്ടേണ്ടിയിരുന്ന പണം അത് കിട്ടാതെ എവിടെയെങ്കിലും സ്റ്റക്കായിട്ടുണ്ടെങ്കിൽ ആ പണം കിട്ടുന്നതിനും അതിനുള്ള തടസ്സങ്ങളൊക്കെ മാറുന്നതിനുമൊക്കെ ഈ 11-ാം ഭാവത്തിൽ നിൽക്കുന്ന കുജൻ്റെ സ്ഥിതി ഗുണകരമാകും. അതുപോലെ തന്നെ നമുക്ക് ഈ കുജൻ 6-ാം ഭാവാധിപനാണ്. അപ്പോൾ 6-ാം ഭാവാധിപനായിട്ടുള്ള കുജൻ 11 നിൽക്കുക എന്ന് പറയുമ്പോൾ അത് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കും. തൊഴിലിലൊക്കെ ഹാർഡ് വർക്കിന് തയ്യാറാകും. ആ ഹാർഡ് വർക്കിൻ്റെയൊക്കെ ഫലം തൊഴിലിൽ കണ്ടു തുടങ്ങും. പുതിയ തൊഴിലിനൊക്കെ സാധ്യതയുണ്ടാകും. കോമ്പറ്റിറ്റീവ് എക്സാമിനേഷനിലൊക്കെ വലിയ നേട്ടങ്ങളുണ്ടാകും. അതുപോലെ തന്നെ മാതൃബന്ധുക്കൾ വഴിയൊക്കെ ധനാഗമം ഈ കുജൻ്റെ 11 സ്ഥിതി കൊണ്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി കുജൻ അവിടെ നിന്നുകൊണ്ട് ഈ മിഥുനക്കൂറുകാരുടെയും ലഗ്നക്കാരുടെയും ആ 2-ാം ഭാവരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 11-ാം ഭാവാധിപൻ 2 ദൃഷ്ടി ചെയ്യുന്നത് പൊതുവെ നല്ലതാണ്. കാരണം 2 ധനസ്ഥാനം, 11 നമ്മുടെ നേട്ടത്തിൻ്റെ സ്ഥാനം. അപ്പോൾ നമുക്ക് ഒരു ധന നേട്ടം, സമ്പാദ്യം, ബാങ്ക് ബാലൻസ് ഒക്കെ വർദ്ധിക്കുന്നതിന് ആ കുജൻ്റെ 2-ാം ഭാവരാശിയിൽ 11 നിൽക്കുന്ന 11-ാം ഭാവാധിപനായിട്ടുള്ള കുജൻ്റെ ആ 2-ാം ഭാവരാശിയിലെ ദൃഷ്ടിക്ക് കഴിയും എന്നുള്ളതാണ്. ബാങ്കിങ് ബിസിനസ്സിൽ പ്രവർത്തിക്കുന്നവർ, അതുപോലെ പ്രത്യേകിച്ച് നമ്മൾ പണമൊക്കെ പലിശയ്ക്ക് കൊടുത്തൊക്കെ ജീവിക്കുന്നവർ, അത്തരക്കാർക്ക് ഒക്കെ തന്നെ സാമ്പത്തികമായിട്ട് വലിയ നേട്ടങ്ങളുണ്ടാകും. അതേസമയം കുജൻ 2 ദൃഷ്ടി ചെയ്യുന്നത് പ്രത്യേകിച്ച് 6-ാം ഭാവാധിപനും കൂടിയാണ്, ശത്രുസ്ഥാനാധിപനും കൂടിയാണ്. അത്തരത്തിലുള്ള ഒരു ഗ്രഹം ആ 2 ദൃഷ്ടി ചെയ്യുമ്പോൾ ഈ കുടുംബ അംഗങ്ങൾക്കിടയിൽ അവർക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷൻ, അതിൽ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, അതുപോലെ ചിലപ്പോൾ കുടുംബാംഗങ്ങളോട് വളരെ പ്രകോപനപരമായിട്ടൊക്കെ റിയാക്ട് ചെയ്യുന്നതിനുള്ളൊരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അതുപോലെ ഈ കുജൻ 2 ദൃഷ്ടി ചെയ്യുമ്പോൾ നമ്മൾ ആഹാരത്തിൽ, പ്രത്യേകിച്ച് സ്പൈസി ഫുഡിലൊക്കെ ഒരു ശ്രദ്ധ വേണം. അതുപോലെ കാഴ്ച സംബന്ധമായിട്ടോ ദന്ത സംബന്ധമായിട്ടോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവരൊക്കെ തന്നെ ടൈംലി ആയിട്ടുള്ള ഒരു പ്രിവെൻറ്റീവ് കെയർ എടുക്കണം. അപ്പോൾ കുടുംബത്തിൽ ഒരു സുഖക്കുറവിന് ആ കുജൻ്റെ ആ 2 ദൃഷ്ടി വഴിതെളിക്കും. ഇനി കുജൻ ആ 11 നിന്നുകൊണ്ട് 5-ാം ഭാവരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അത് പ്രത്യക്ഷമായിട്ടുള്ള ദൃഷ്ടിയാണ്. അപ്പോൾ 5-ാം ഭാവം 11-ാം ഭാവാധിപൻ 5 ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ സ്പെക്കുലേറ്റീവ് ബിസിനസ്, ഊഹക്കച്ചവടം, അതുവഴിയൊക്കെ വലിയ നേട്ടങ്ങളുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് അവരുടെ ടാലൻ്റൊക്കെ മെച്ചപ്പെടുന്ന സമയമായിരിക്കും. അവരുടെ ലക്ഷ്യങ്ങളൊക്കെ കൈവരിക്കാൻ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയായിരിക്കും അപ്പോൾ 11 നിൽക്കുന്ന കുജൻ 5 ദൃഷ്ടി ചെയ്യുക വഴി ഉണ്ടാകുന്നത്. അതേസമയം ചിലരെ സംബന്ധിച്ചിടത്തോളം നിയമവിധേയമല്ലാത്ത മാർഗങ്ങളിലൂടെ ഈ ധനമൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർ ഈ സമയത്ത് ശ്രദ്ധിക്കണം. അതുപോലെ സന്താനങ്ങൾ വഴിയൊക്കെ ധനനേട്ടം ഉണ്ടാകും. കുജൻ 6-ാം ഭാവാധിപനും കൂടെയാണ് എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് സന്താനങ്ങളുടെ ആരോഗ്യത്തിൽ ഒരു ശ്രദ്ധ വേണം. അതുപോലെ ചില സമയത്ത് നമുക്ക് വാക്കുകൾ പാലിക്കാനാവില്ല എന്ന ഒരു തോന്നലൊക്കെ, നമ്മളൊരു കാര്യം നടത്താം എന്ന് ഏറ്റിട്ട് സമയത്ത് ചിലപ്പോൾ നടത്താൻ കഴിയാത്ത ഒരവസ്ഥയൊക്കെ ചിലപ്പോൾ നമുക്ക് ഉണ്ടായി എന്നൊക്കെ വരാം. ഇപ്പം മാനസികമായിട്ട് ഒരു അസന്തുലിതാവസ്ഥ ആ കുജൻ്റെ 5 ദൃഷ്ടി കൊണ്ട് ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. വർക്കിലൊക്കെ ആക്റ്റീവാകും. അതുപോലെ തന്നെ ഈ ഡെയിലി വേജ് ഏണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ നിരവധി അവസരങ്ങളുണ്ടാകും. അവരുടെ വരുമാനമൊക്കെ കൂടും. ശത്രുക്കളുടെയൊക്കെ ശല്യം കുറയും. മത്സരങ്ങളിലൊക്കെ താല്പര്യം കൂടും. കടം വീടും. അതുപോലെ ഗുരുവൊക്കെ 6 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ 6 ഗുരു ദൃഷ്ടി ചെയ്യുമ്പോൾ പൊതുവെ നമ്മുടെ കടബാധ്യതയൊക്കെ കുറയും. അതുപോലെ തന്നെ 6 ഈ കുജൻ്റെ ദൃഷ്ടിയും ഗുരുവിൻ്റെ ദൃഷ്ടിയും ശനിയുടെ ദൃഷ്ടിയൊക്കെ വരികയാണ്. അപ്പോൾ പൊതുവെ നമുക്ക് ഈ വർക്കിലൊക്കെ വളരെ ആക്റ്റീവ് ആകാൻ കഴിയും. ശത്രുക്കളുടെയൊക്കെ ശല്യം കുറയും. നമുക്ക് ഏത് തരം പരീക്ഷകളിലും എന്ത് തരം മത്സരങ്ങളിലുമൊക്കെ നമ്മൾ പങ്കെടുത്താലും അതിൽ നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഫലം ഉണ്ടാകും. നമ്മുടെ കടമൊക്കെ വീടാനുള്ളൊരു ശ്രമം ഉണ്ടാകും. ഗുരുവിൻ്റെ ആരുടെ ദൃഷ്ടി എന്ന് പറയുന്നത്
പ്രത്യേകിച്ച് നമ്മൾ തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ, കാരണം അവിടെ കുജൻ്റെ ദൃഷ്ടി വരുന്നു, ശനിയുടെ ദൃഷ്ടി വരുന്നു, രണ്ട് ശത്രുഗ്രഹങ്ങളാണ് 6 ദൃഷ്ടി ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് തൊഴിലിടത്തൊക്കെ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളോ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായാലും അത്തരം പ്രശ്നങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതിന് ആ ഗുരുവിൻ്റെ 6ൻ്റെ ദൃഷ്ടിയൊക്കെ സഹായകമാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ബന്ധുക്കളിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. അതുപോലെ തൊഴിലിടത്ത് വർക്കേഴ്സുമായിട്ട് എന്തെങ്കിലുമൊക്കെ ട്രബിൾസ് ഉണ്ടാകാം. അവിടെയൊക്കെ അത്തരം ട്രബിൾസൊക്കെ ഒഴിവാക്കി പോകാൻ ഈ സമയം ഈ മിഥുനക്കുറുകാർ ശ്രദ്ധിക്കണം. ഇനി കർക്കിടകക്കുറുകാരും കർക്കിടക ലഗ്നക്കാരും അവരെ സംബന്ധിച്ചിടത്തോളം, അതായത് പുണർന്ന നക്ഷത്രത്തിൻ്റെ അവസാന പാദത്തിൽ പെടുന്നവർ പൂയൽ, ആയില്യം നക്ഷത്രക്കാർ. ഇപ്പോൾ കർക്കിടകക്കുറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും ചൊവ്വാഗ്രഹം എന്ന് പറയുന്നത് അവരുടെ 5ാം ഭാവാധിപനുമാണ്, അതുപോലെ കർമ്മഭാവാധിപനുമാണ്. അപ്പോൾ 5ഉം 10ഉം ഭാവാധിപനായിട്ടുള്ള കുജൻ ആ 10ാം ഭാവരാശിയിൽ, ആ 10ാം ഭാവം എന്ന് പറയുന്നത് കുജൻ്റെ മൂലത്രികോണ രാശിയാണ്. ആ മൂലത്രികോണ രാശിയിലേക്കാണ് ജൂൺ 1 രാശി മാറി ജൂലൈ 12 വരെ ആ കുജൻ കർമ്മസ്ഥാനത്ത് മൂലത്രികോണ രാശിയിൽ ബലവാനായിട്ട് നിൽക്കുന്ന സമയമാണ്. ഇപ്പോൾ കുജൻ 10 നിൽക്കുക എന്ന് പറയുമ്പോൾ പൊതുവെ ഒരു ദിഗ്ബലമുണ്ട്. കുജൻ 10 വരുന്നത് ദിഗ്ബലം ഉണ്ടാകുന്ന സമയമാണ്. പ്രത്യേകിച്ച് കുജൻ യോഗകാരകനും കൂടിയാണ് കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. ഒരു ത്രികോണ സ്ഥാനത്തിൻ്റെയും ഒരു കേന്ദ്രസ്ഥാനത്തിൻ്റെയും അധിപതിയാണ്. അപ്പോൾ അത് ഈ യോഗകാരകനായിട്ടുള്ള ഒരു ഗ്രഹം കർമ്മസ്ഥാനത്ത് വരിക എന്ന് പറയുമ്പോൾ ആ തൊഴിലിൽ നല്ലൊരു യോഗം, നല്ലൊരു ഉയർച്ച, ഊർജ്ജസ്വലത, കാര്യക്ഷമത ഒക്കെ തന്നെ ഈ തൊഴിലിടത്തുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് തൊഴിലിൽ ഉയർച്ചയ്ക്കൊക്കെ സാധ്യതയുള്ള സമയമാണ്. ഉയർന്ന അധികാരങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുള്ള സമയമാണ്. ഇപ്പോൾ തൊഴിലിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു നേട്ടം, മുന്നേറ്റം, ഭാഗ്യനേട്ടങ്ങൾ ഉണ്ടാകും. കാരണം 5ാം ഭാവാധിപനാണ് കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത്. നമ്മുടെ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു നേട്ടം ആ തൊഴിലിൽ ഉണ്ടാകും. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന തൊഴിൽ തന്നെ ലഭിക്കുന്നതിനൊക്കെ സാധ്യത ഉണ്ട്. ഇപ്പോൾ ശനിയും 10 നിൽക്കുന്ന കുജനെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ശനി 10 നിൽക്കുന്ന കുജനെ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ ശനിയും കുജനും ഒക്കെ ശത്രുഗ്രഹങ്ങളാണ്. എങ്കിലും കുജനും മൂലത്രികോണ രാശിയിലാണ് നിൽക്കുന്നത്, ശനിയും മൂലത്രികോണ രാശിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ കുജന് കുറച്ചുകൂടെ, പ്രത്യേകിച്ച് ഇപ്പോൾ വന്നതേ ഉള്ളൂ, ജൂൺ 1 അവിടെ മൂലത്രികോണ രാശിയിൽ വന്നതേ ഉള്ളൂ. അതേസമയം ശനിയാണെങ്കിൽ ഈ ജൂൺ 30 കഴിയുമ്പോൾ ആ രാശിയിൽ അല്പം വക്രസ്ഥിതിയൊക്കെ ശനിക്ക് വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് പൊതുവെ ഈ കുജൻ്റെ ശനിയുടെ ദൃഷ്ടി 10ാം ഭാവരാശിയിൽ കുജനിൽ ഉണ്ടെങ്കിൽ തന്നെയും കർമ്മസ്ഥാനത്ത് വളരെ ശോഭിക്കാൻ സാധ്യതയുള്ള സമയമായിട്ട് നമ്മൾ കാണുക. അതേപോലെ തന്നെ ശനി അഷ്ടമത്തിൽ നിന്നാണ് ആ മൂലത്രികോണ രാശി നോക്കുന്നത്, 8ാം ഭാവരാശിയിൽ നിന്ന്. അപ്പോൾ അത് ചിലപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം 8 നിൽക്കുന്ന ശനി ആ 10 നോക്കുമ്പോൾ, കർമ്മസ്ഥാനത്തൊക്കെ നോക്കുമ്പോൾ നമുക്ക് തൊഴിലിൽ കഴിവതും നമ്മൾ തൊഴിൽ സംബന്ധമായിട്ട് എന്തെങ്കിലും ഡിസിഷൻ നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം കുജൻ ബലവാനായിട്ട് നിൽക്കുകയാണെങ്കിലും അവിടെ ഒരു ശനിയുടെ ദൃഷ്ടിയും കൂടെ ആ കർമ്മസ്ഥാനത്ത് വരുമ്പോൾ, അതും 8 നിന്നുകൊണ്ട് ആ കർമ്മസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ നമ്മൾ തൊഴിൽ സംബന്ധമായ ഡിസിഷനിൽ വളരെ കെയർ വേണം. അത് പെട്ടെന്ന് എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. വളരെ വിവേകപൂർവ്വം ആലോചിച്ചൊക്കെ പോവുക. കാരണം നല്ല കാര്യങ്ങൾ, നല്ല ചിന്തയിൽ, നീതിബോധത്തോടു കൂടിയൊക്കെ നമ്മൾ കാര്യങ്ങൾ തീരുമാനിച്ചു പോകുന്നവരാണെങ്കിൽ ശനി ദോഷം ചെയ്യില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ തൊഴിലിടത്ത് മേലുദ്യോഗസ്ഥരും അതുപോലെ കോവർക്കേഴ്സുമായിട്ടൊക്കെ ഉള്ള ഒരു ബന്ധം, പ്രത്യേകിച്ച് ശനി അവിടെ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ നിൽക്കുന്നത് കുജനാണ്, ശനി ശത്രുഗ്രഹമാണ്. അപ്പോൾ ഈ ഒരു ശത്രുഗ്രഹത്തിൻ്റെ ദൃഷ്ടി അവിടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും തൊഴിലിടത്ത് മേലുദ്യോഗസ്ഥരോടോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരോടോ ഒക്കെ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ അവരുടെ റിലേഷൻഷിപ്പിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം നമ്മൾ അവരുമായിട്ടുള്ള ആ ബന്ധം മെച്ചപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് നമ്മൾ ഈ സമയത്ത് ഉണ്ടാകേണ്ടത്. അതുപോലെ കഴിവതും ഓഫീഷ്യൽ തലത്തിലൊക്കെ ഈ പൊളിറ്റിക്സ് ഒഴിവാക്കി പോകുമ്പോൾ കുറച്ചുകൂടെ ഗുണം വരും. കാരണം ഓഫീഷ്യൽ തലത്തിലൊക്കെ പൊളിറ്റിക്സ് വരുമ്പോഴാണ് ശത്രുത കൂടുന്നത്. അപ്പോൾ അത് ഒഴിവാക്കുക. അതുപോലെ തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ പരീക്ഷകൾ, എന്തെങ്കിലും ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഒക്കെ വരികയാണെങ്കിൽ അതൊക്കെ അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് നമുക്ക് കാണുന്നുണ്ട്. കുജൻ ജന്മ ലഗ്നരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്.
അപ്പോൾ ജന്മരാശിയിലും ലഗ്നരാശിയിലും കുജൻ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ആരോഗ്യത്തിൽ അല്പം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പ്രകോപനപരമായിട്ട് പ്രതികരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം, റിയാക്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മുടെ കഴിവ്, നമ്മുടെ ഊർജം, ഇവയൊക്കെ തന്നെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നല്ല മാർഗങ്ങളിലേക്ക് തിരിച്ചുവിടുകയും അങ്ങനെ തിരിച്ചുവിട്ട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഊർജം വിനിയോഗിക്കാൻ ഈ സമയം ശ്രദ്ധിക്കുക. ഇപ്പം കുജൻ്റെ ദൃഷ്ടി 4-ലുണ്ട്, സുഖസ്ഥാനത്തും ആ കുജൻ്റെ ദൃഷ്ടി വരുന്നുണ്ട്. അപ്പം 4-ലേക്ക് കുജൻ്റെ ദൃഷ്ടി വരുമ്പോൾ ഇപ്പം നമ്മൾ റിയൽ എസ്റ്റേറ്റുമായിട്ട്, ഭൂമി സംബന്ധമായിട്ട് എന്തെങ്കിലും ഇടപാട് നടത്തുന്നവർ, ഭൂമി വാങ്ങുന്നവരായാലും വിൽക്കുന്നവരായാലും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരായാലും അവർക്ക് അനുകൂല സമയമാണ്. ഇപ്പോൾ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക്, വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർക്കൊക്കെ അനുകൂല സമയമായിട്ട് ആ 4-ലെ കുജൻ്റെ ദൃഷ്ടി അനുകൂല സമയമായിട്ട് കാണുക. കാരണം ആ 4-ലെ കുജൻ ദൃഷ്ടി ചെയ്യുന്നത് നേരിട്ടുള്ള ദൃഷ്ടിയാണ്. അപ്പോൾ അതൊക്കെ തന്നെ ഇപ്പോൾ വിദ്യാർത്ഥികൾ, ഇപ്പോൾ കോളേജിന് താഴെയൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ തന്നെ വളരെ അനുകൂലമാണ്. അവർക്ക് പഠനത്തിലൊക്കെ ഫോക്കസ് ചെയ്യാൻ കഴിയും. പഠനത്തിലൊക്കെ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് അവരുടെ ഭാഗത്ത് ഉണ്ടാകും. ഒരു കോമ്പറ്റിറ്റീവ് സ്പിരിറ്റ് അവർക്ക് ഈ 4-ലെ കുജൻ്റെ ദൃഷ്ടി വഴിതെളിക്കും പഠനത്തിൽ. അതുപോലെ കുജൻ 5-ാം ഭാവാധിപനും കൂടിയാണ്. ആ 5-ലേക്ക് കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന കുജൻ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ 5-ലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട്. അതൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ ശനിയുടെ ദൃഷ്ടിയും അവിടെ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ സ്പെക്കുലേറ്റീവ് ബിസിനസ്സിലൊക്കെ തന്നെ വളരെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ 5-ാം ഭാവാധിപൻ 5-ലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടാലൻ്റൊക്കെ വളരെ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയമാണ്. അവർക്ക് മെമ്മറി പവറൊക്കെ ഉണ്ടാകും. പുതിയ ആശയങ്ങളൊക്കെ കണ്ടെത്തുന്നവർ, അല്ലെങ്കിൽ ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്നവർ, അവർക്കൊക്കെ തന്നെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതി ആ കുജൻ്റെ 5-ലെ ദൃഷ്ടി കൊണ്ട് ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ സന്താനങ്ങൾക്ക് ഒക്കെ ഗുണാനുഭവം ഉണ്ടാകും. അതേസമയം അവരുമായിട്ടുള്ള ബന്ധം, നമ്മൾ ഇപ്പോൾ സന്താനങ്ങളുമായിട്ട് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസമൊക്കെ നിലവിലുണ്ടെങ്കിൽ അത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമൊക്കെ മാറുന്നതിനും ആ കുജൻ്റെ 5-ാം ഭാവാധിപൻ 5-ലേക്ക് ദൃഷ്ടി ചെയ്യുന്ന കഴിയും. അതുപോലെ ഈ സ്പോർട്സ് ഫീൽഡിലൊക്കെ പ്രവർത്തിക്കുന്നവർ അവർക്കൊക്കെ വളരെ അനുകൂല സമയമാണ്. പ്രത്യേകിച്ച് ഒരു പൂർവ്വ പുണ്യസ്ഥാനമാണ്. അവിടെ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്, 5-ാം ഭാവാധിപൻ്റെ ദൃഷ്ടിയുണ്ട്, ശനിയുടെ ദൃഷ്ടിയുണ്ട്. ശനിയുടെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ നല്ല കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ആ ശനിയുടെയൊക്കെ ഗൈഡൻസ് കിട്ടും, ശനിയുടെയൊക്കെ ഒരു കടാക്ഷം ഉണ്ടാകും. അപ്പോൾ അത് ദോഷം ചെയ്യില്ല. കുജൻ്റെ ദൃഷ്ടി വരുന്നു, 2 ശത്രുഗ്രഹങ്ങളാണെങ്കിൽ തന്നെയും നല്ല കാര്യങ്ങൾക്കും നല്ല പ്രവർത്തനങ്ങൾക്കുമാണ് നമ്മുടെ ബുദ്ധിശക്തി നമ്മൾ വിനിയോഗിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അതുകൊണ്ട് വളരെ നേട്ടമുണ്ടാകും. ഇപ്പോൾ ഉപാസനാദി കാര്യങ്ങളിലൊക്കെ മനസ്സ് ഫോക്കസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഗുരുവിൻ്റെ ദൃഷ്ടിയും കുജൻ്റെ ദൃഷ്ടിയും അതുപോലെ തന്നെ ശനിയുടെ ദൃഷ്ടിയൊക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാക്കും. നല്ല ചിന്തകളുണ്ടാകും, ഗുരുക്കന്മാരുടെ കടാക്ഷം ഉണ്ടാകും, അവരുടെ ഗൈഡൻസ് ഒക്കെ കിട്ടുന്നതിനൊക്കെ പ്രത്യേകിച്ച് ആ ഗുരു 5-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് വഴിതെളിക്കും. പ്രത്യേകിച്ച് ഗുരു ജ്ഞാനകാരകനും കൂടെയാണ്. അപ്പോൾ അതിനൊക്കെ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഈ കുജൻ്റെ രാശിമാറ്റം കൊണ്ടും ഈ ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി കൊണ്ടും ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.